പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ പിറവിക്ക് പിന്നിൽ കണ്ണീരിൽ കലർന്ന ഒരു കഥയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാവുമല്ലേ. ശക്തന്റെ തട്ടകമായ തൃശൂരിൽ കത്തുന്ന മേടച്ചൂടിനെ പോലും വകവയ്ക്കാതെ ജനലക്ഷങ്ങൾ ഒരേ താളത്തിൽ ഒന്നിച്ചാറാടുന്ന ഗംഭീര ഉത്സവമായ തൃശൂർ പൂരത്തിന്റെ ആ കഥ എന്തെന്നറിയുവാനായി നമുക്കൊരു 200 വർഷം പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. ആറാട്ടുപുഴ പൂരമായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ പൂരം. ആറാട്ടുപുഴ പൂരത്തിൽ പങ്കുകൊള്ളാൻ നാനാദേശങ്ങളിൽ നിന്നുമുള്ള ക്ഷേത്രക്കാർ ഘോഷയാത്രയായി വരുന്നത് പതിവായിരുന്നു. എന്നാൽ ഒരിക്കൽ കനത്ത പേമാരിയെ തുടർന്ന് തൃശൂർ ദേശത്തിന് പൂരത്തിന് സമയത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഇക്കാരണത്താൽ തൃശൂർ ദേശത്തെ ക്ഷേത്രങ്ങളെ പൂരം നടത്തിപ്പുകാർ നിർദാക്ഷിണ്യം മടക്കി അയച്ചു. ഇതറിഞ്ഞ് അപമാനവും ദുഃഖവും കൊണ്ട് പരവശനായ അന്നത്തെ രാജാവ് ശക്തൻ തൃശൂരിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു തീരുമാനമെടുത്തു. തൃശൂരിലെ ക്ഷേത്രങ്ങളുടെ പൂരമിനി വടക്കുംനാഥന്റെ മണ്ണിൽ മതി. പൂരത്തിന്റെ നടത്തിപ്പുകാരാവട്ടെ തിരുവമ്പാടിയും പാറമേക്കാവും. 10 ക്ഷേത്രങ്ങളടങ്ങിയ പൂരത്തിന്റെ മേൽനോട്ടം വടക്കുംനാഥനും. അതായിരുന്നു തൃശൂർ പൂരത്തിന്റെ നാന്ദി കുറിച്ച ആ സംഭവം. പൂരത്തിന്റെ തലേന്നാൾ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയ ഗജവീരൻ തെക്കേ ഗോപുരവാതിൽ തള്ളിത്തുറന്ന് വടക്കുംനാഥനോട് പൂരനടത്തിപ്പിന് അനുവാദം ചോദിക്കുന്ന പൂരവിളംബരം എന്ന ആചാരം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ വെറും നാമമാത്രമായ ഒരു ചടങ്ങായിരുന്നു. എന്നാൽ തലയെടുപ്പും ആകാരപ്പെരുമയും കൊണ്ട് ഗജരാജപട്ടം ചൂടിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയതോടെ ആ ആചാരം ഒരു ആവേശക്കാഴ്ചയായി മാറി. തൃശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആകെ മൊത്തം കളറായി. അങ്ങനെ ഒരു ദിവസത്തെ പൂരം 2 ദിവസമെന്ന രീതിയിലേക്ക് വരെ മാറ്റിയെടുത്തു ലോകമെമ്പാടും ഫാൻസ് അസോസിയേഷനുള്ള ആനകളിലെ ഈ ഏക ഛത്രാധിപതി. പൂരദിനത്തിൽ പുലർച്ചെ കണിമംഗലം ശാസ്താവും തുടർന്ന് മറ്റ് ഘടകപൂരങ്ങളുടെയും വരവോടെ പൂരനഗരി ആവേശത്തിലാകാൻ തുടങ്ങും. തുടർന്ന് മേളപ്രമാണിമാരുടെ പഞ്ചവാദ്യവും പാണ്ടിമേളവും. ഉച്ചതിരിഞ്ഞ് ഇലഞ്ഞിമര ചുവട്ടിൽ 200-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഇലഞ്ഞിത്തറമേളം ആരംഭിക്കുന്നതോടെ കാണികൾ കൈ വായുവിൽ ചുഴറ്റി താളം പിടിച്ച് ഇളകിയാടും. ഈ മേളപ്പെരുമഴയ്ക്ക് ശേഷമാണ് ലോകപ്രസിദ്ധമായ കുടമാറ്റം എന്ന ചടങ്ങ്. കരിയഴകിന്റെ കതിർവില്ലഴകുമായി തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ലക്ഷണമൊത്ത ഗജവീരന്മാർ നെറ്റിപ്പട്ടവും അനുബന്ധ ആഭരണങ്ങളും അണിഞ്ഞ് പരസ്പരം മത്സരിച്ചുള്ള വർണ്ണക്കുടമാറ്റം അക്ഷരാർത്ഥത്തിൽ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ്. ആകാശത്ത് വർണ്ണപ്രപഞ്ചം തീർത്തുകൊണ്ട് പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് ആസ്വദിക്കുവാൻ പൂരപ്രേമികൾ ഉറക്കമൊഴിഞ്ഞ് കാത്തുനിൽക്കും. നീണ്ട 36 മണിക്കൂറിന്റെ പൂരവിസ്മയം അങ്ങനെ ഉപചാരം ചൊല്ലി പിരിയൽ എന്ന വികാരനിർഭരമായ ചടങ്ങോടെ അവസാനിക്കുന്നു. പാറമേക്കാവ് അമ്മയുടെയും തിരുവമ്പാടി കൃഷ്ണന്റെയും തിടമ്പേറ്റിയ ഗജവീരന്മാർ തുമ്പിക്കൈ ഉയർത്തി പരസ്പരം പറയും, ഇനി നമുക്ക് അടുത്ത പൂരത്തിന് കാണാം.